ഹലോ, ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽറുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. ഇന്ന് നമുക്ക് ഡെർമോയിഡ് സിസ്റ്റിനെ പറ്റി ചിന്തിക്കാം. ഡെർമോയിഡ് സിസ്റ്റ് എന്നുള്ളത് ഓവറിയിൽ ഉണ്ടാവുന്ന സിസ്റ്റാണ്. ഈ സിസ്റ്റ് സാധാരണ രീതിയിൽ ക്യാൻസർ ഒന്നും ആകാനുള്ള സാധ്യത തീരെ കുറവാണ്. ഈ സിസ്റ്റിൽ കുറച്ച് ഫ്ലൂയിഡും ഉണ്ടാകും, അതിൻ്റെ കൂടെ ചില സമയത്ത് ഡെൻ്റൽ ടിഷ്യൂ ഉണ്ടാകാം, സ്കിന്ന് ഉണ്ടാകാം, മുടി ഉണ്ടാകാം, ഫാറ്റ് ഉണ്ടാകാം. അങ്ങനെയുള്ള പല ഘടകങ്ങളും കൊണ്ട് ആണ് ഈ സിസ്റ്റം ഉണ്ടാകുന്നത്. ഇത് നാച്ചുറലി ഉണ്ടാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയാൻ ഇല്ല. ഇതിൻ്റെ സൈസ് ഒരു 2 സെൻറ്റിമീറ്റർ മുതൽ 10 സെൻറ്റിമീറ്റർ വരെയൊക്കെ വരാറുണ്ട്. സിംറ്റംസ് ഉണ്ടാകുന്നത് ഈ സിസ്റ്റിൻ്റെ വലിപ്പം കൊണ്ട് ചിലപ്പോൾ പ്രഷർ സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. വയറിന് അടിയിലൊരു ഹെവിനെസ് പോലെ വരാം. ചിലപ്പോൾ ഈ മൂത്രമൊഴിക്കുമ്പോഴും മലം പോകുമ്പോഴും ഒക്കെ വേദനയോ ഒരു ഡിസ്കംഫർട്ടോ ഒക്കെ തോന്നാറുണ്ട്. സാധാരണ രീതിയിൽ ഇങ്ങനത്തെ ഡെർമോയിഡ് സിസ്റ്റ് കൊണ്ട് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് അധികം ഉണ്ടാകാറില്ല. പിന്നെ ഈ സിസ്റ്റ് തിരിഞ്ഞു പോകുക അല്ലെങ്കിൽ ടോർഷൻ എന്ന് പറയും, അല്ലെങ്കിൽ പൊട്ടിപ്പോവുകയോ ചെയ്താൽ കടുത്ത വയറുവേദന ഉണ്ടാകാറുണ്ട്. അതൊരു എമർജൻസി സിറ്റുവേഷനായിട്ട് പ്രസൻറ്റ് ചെയ്യും. സിസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് ഒരു പെൽവിക് എക്സാമിനേഷൻ ചെയ്താൽ മനസ്സിലാകും സിസ്റ്റ് ഉണ്ട് എന്നുള്ളത്. പിന്നെ അൾട്രാസൗണ്ട് സ്കാനിങ്, MRI സ്കാനിങ് എല്ലാം ചെയ്തിട്ടാണ് അതിൻ്റെ ശരിയായ സൈസും അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റിൻ്റെ രീതിയും എല്ലാം വെച്ചിട്ടാണ് അത് ഡെർമോയിഡ് സിസ്റ്റ് എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുന്നത്. ഡയഗ്നോസ് ചെയ്താൽ എല്ലാ സിസ്റ്റുകളും റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. വാച്ച് ചെയ്ത് നോക്കാം. 5 സെൻറ്റിമീറ്ററിലൊക്കെ കൂടുതലുള്ള സിസ്റ്റുകളാണെങ്കിൽ ആ സിസ്റ്റ് മാത്രമായിട്ട് എടുത്തു കളയുന്നതാണ് നല്ലത്. അത് ലാപ്രോസ്കോപ്പി വഴി ചെയ്യാവുന്നതാണ്. ആയിരിക്കും കൂടുതൽ അഭികാമ്യം. പിന്നെ സിസ്റ്റ് മാത്രമായിട്ടാണ് സാധാരണ എടുത്തു കളയുന്നത്. ചില സന്ദർഭങ്ങളിൽ ആ ഓവറിയും കൂടെ ചിലപ്പോൾ എടുത്തു കളയേണ്ടി വരും. സാധാരണ രീതിയിൽ ഇതിന് ക്യാൻസർ ആകാനുള്ള സാധ്യത 2% കുറവാണ്. ഈ സിസ്റ്റ്, ഡെർമോയിഡ് സിസ്റ്റ് പെട്ടെന്ന് വളരുക, അതിന് വേദന വരിക, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ക്യാൻസറും സംശയിക്കേണ്ടതാണ്. അപ്പോൾ ഒരു ഡെർമോയിഡ് സിസ്റ്റ് ഡയഗ്നോസ് ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് വറിയാവേണ്ട കാര്യമില്ല. അതിൻ്റെ വലിപ്പം, അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണമുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുന്നത്.